കാസർഗോഡ് ആദൂരിൽ തെയ്യം കലാകാരനായിരുന്ന ടി സതീഷിന്റെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. സതീഷിന്റെ സുഹൃത്തായ ചിദാനന്ദനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപാനത്തിനിടെയാണ് സതീഷിന്റെ കൊലപാതകം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, ഇങ്ങനൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? വിശദാംശങ്ങൾ. സംഭവം ഉണ്ടാവുന്നത് ചിദാനന്ദനും ഒപ്പം തന്നെ സതീശനും സുഹൃത്തുക്കളാണ്. അവർ ഇടയ്ക്കിടെ മദ്യപിക്കാറുണ്ട്. അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഇരുവരും ചേർന്ന് മദ്യപിക്കാനായി എത്തുന്നു. അവിടെ നിന്നും മദ്യപിക്കുന്നു. പിന്നാലെ ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനിടയിൽ ഈ ചിദാനന്ദൻ സതീശനെ ഈ വീട്ടിന്റെ വരാന്തയിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നു. അബോധാവസ്ഥയിലായ സതീശനെ അവിടെ നിന്നും രക്ഷിക്കാതെ ചിദാനന്ദൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് ഈ ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ ഈ സ്ഥലത്തേക്ക് എത്തുകയും ഈ സതീശനെ അബോധാവസ്ഥയിൽ കാണുകയും ചെയ്യുന്നത്. പിന്നീട് ഈ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബുധനാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ കഴുത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട്. കഴുത്തിന്റെ എല്ല് പൊട്ടിയതാണ് മരണകാരണം. മണിക്കൂറുകൾക്ക് മുൻപ് അദ്ദേഹം വീണിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ, ഒപ്പം തന്നെ ആന്തരികമായി ക്ഷതമുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. ഇരുവരും പതിവായി മദ്യപിക്കാറുണ്ട് എന്ന് പിന്നീട് കണ്ടെത്തുകയും ഈ ചിദാനന്ദനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യുമ്പോഴാണ് നടന്ന കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുന്നത്. വാക്കേറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ തള്ളിയിട്ടതാണെന്നും മരിച്ച കാര്യം താൻ അറിഞ്ഞിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ ചിദാനന്ദൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഉച്ചയോടെ ഈ ചിദാനന്ദന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത്. ശരി, സരീഷാണ് വിവരങ്ങൾ നൽകിയത്.